നക്ഷത്രങ്ങൾ കരഞ്ഞത്. കഥ M.K. രാജൻ്റേത്. അബോധങ്ങളിൽ ഗുൽമോഹർ പൂക്കുമ്പോൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ളത്. നക്ഷത്രങ്ങൾ കരഞ്ഞത്. രോഗാവസ്ഥ നരകമാണ്. ഒന്ന് അനങ്ങാൻ കൂടിയാവതില്ലെങ്കിൽ മരണമാണ് ഭേദം. കയ്യിൽ വാരിപ്പിടിച്ചിരിക്കുന്ന ഈ ഒരു പിടി ഗുളികകൾ വായിലേക്കിട്ട് ഉതിറക്ക് വെള്ളം കുടിക്കുകയേ വേണ്ടൂ, എല്ലാം അവസാനിപ്പിക്കാം. നാളത്തെ പത്രത്തിൽ നിറയാൻ പോകുന്ന വാർത്തകൾ ഇപ്പോഴേ ഊഹിക്കാനാകുന്നുണ്ട്. പ്രസിദ്ധനായ സിനിമാ സംവിധായകൻ കാലത്തിൻ്റെ തിരശ്ശീലയ്ക്കുള്ളിൽ മറഞ്ഞു എന്നോ, ജീവിതത്തിലെ സിനിമയ്ക്ക് സ്വയം കട്ടുപറഞ്ഞ അതുല്യനായ കലാകാരൻ എന്നോ മറ്റോ. മരുന്നിൻ്റെ ഗന്ധവും നിശബ്ദതയും കുമിഞ്ഞുകിടക്കുന്ന ഈ മുറിക്കുള്ളിൽ ഇടയ്ക്കെത്തുന്ന സന്ദർശകരുടെ സഹതാപസാന്ദ്രമായ നോട്ടം ഏറെ നടുക്കുന്നത് അതാണ്. ഇനി ഒരു തിരിച്ചുവരവിനാകില്ലെന്ന ഓർമ്മപ്പെടുത്തൽ. ആർക്കു വേണം നിങ്ങളുടെ ഈ സഹതാപം? ബോധ്യപ്പെടുത്താൻ മാത്രമുള്ള കടമ തീർക്കാൻ. ഓരോന്നോർക്കുമ്പോൾ തികട്ടി വരുന്നത് ദേഷ്യമോ വേദനയോ ആണ്, ആരോടുമില്ലാത്ത വെറുപ്പ്. ഇപ്പോൾ വിരൽ ഞൊടിച്ചാൽ ഓടിക്കൂടുന്ന പ്രൊഡക്ഷൻ സ്റ്റാഫില്ല, ഉപദേശം തേടി വരുന്ന ആർട്ടിസ്റ്റുകളുമില്ല. മരുന്നിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധവും ഉറക്കുത്തിയ നിശബ്ദതയും മാത്രം. അന്ന് ട്രോളി ഷോട്ട് എടുക്കുമ്പോൾ പിടിവിട്ട് താഴെ വീഴുന്നതിന് മുൻപായിരുന്നെങ്കിൽ മുറിയിൽ ആളൊഴിഞ്ഞ നേരമുണ്ടാകില്ല. പുലരുവോളം കഥാചർച്ചയും വെടിവെട്ടവും. പാറക്കൂട്ടങ്ങൾക്ക് മുകളിലുള്ള ട്രോളി ഷോട്ട് ഒഴിവാക്കണമെന്ന് എല്ലാവരും പറഞ്ഞതാണ്. ഒടുവിൽ ആ ഒറ്റ ഷോട്ട് കൊണ്ട് സിനിമ ഹിറ്റിൻ്റെ കൊടുമുടിയിലേക്ക് കയറുമ്പോൾ അത് സൃഷ്ടിച്ചുവിട്ടയാൾ ജീവിതത്തിൽ തന്നെ നടുക്കയത്തിലേക്ക് വീഴുകയായിരുന്നു. അതും 42-ാം വയസ്സിൽ. പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ മറ്റൊന്നും അറിയാൻ ശ്രമിക്കുന്നില്ല. അന്നൊരു വേനലിൽ ചങ്കുവെട്ടിപ്പിളർക്കുന്ന വേദനയോടെ അച്ഛൻ ഇറങ്ങിപ്പോയത് ഇതാ ഈ പടികളിറങ്ങിയാണ്. നഗരത്തിലെ തിരക്കിൽ സിനിമാക്കാരനായ മകനെ തിരക്ക് പിടിച്ചെത്തുമ്പോൾ ഒരുപക്ഷെ അച്ഛൻ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കും. മകൻ്റെ സിനിമ പഠിക്കാനുള്ള താല്പര്യത്തിൻ്റെ തടസ്സമായ അച്ഛനോടുള്ള പ്രതികാരവുമായ സംഭവം. 100-ൻ്റെ നോട്ടുകൾ അഹങ്കാരത്തോടെ അച്ഛൻ്റെ കൈകളിൽ വെച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു, 20 വയസ്സുവരെ തെറ്റിപ്പോറ്റതിന് ചിലവായതിനേക്കാളുണ്ട്, ഇനി എന്നെ തിരക്ക് ഇവിടെ വന്നേക്കാം. എരിവയിലേക്ക് അച്ഛൻ ഇറങ്ങിപ്പോകുമ്പോൾ പടികളിൽ കണ്ണീരും കാശും ചിതറി വീണു, ശാപം പോലെ. 20-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയ മകന് പിന്നീട് എല്ലാവരോടും വാശിയായിരുന്നു. അലഞ്ഞു തിരിഞ്ഞൊടുവിൽ ആഗ്രഹിച്ചതൊക്കെ പിന്നീടൊന്നും ഓർമ്മിച്ചില്ല, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഒരു ചൂതാട്ടക്കാരൻ്റെ മനസ്സുമായി വിധി ഓരോ മനുഷ്യനെയും പിന്തുടരുന്നുണ്ട്. ആഘോഷത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. എത്ര പൊടുന്നനെയായിരുന്നു ഉയർച്ചവാഴ്ചകൾ. കിടപ്പായതിൻ്റെ 17-ാം നാൾ ഭാര്യ ഉപേക്ഷിച്ചു പോയി. ചുമരിനപ്പുറത്ത് അവൾ ആരോടോ പറയുന്നത് കേട്ടു, എനിക്കെൻ്റെ ജീവിതം വലുത്. എണീക്കാൻ പോലും പറ്റാത്ത ഒരാളുടെ കൂടെ ഞാൻ എത്ര കാലം വെച്ചാൽ അത്ര വലിയ ഹൃദയവിശാലതയൊന്നും കാണിക്കാനില്ല. സിനിമാ വാരികയിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന് പ്രണയിച്ച് തൻ്റെ സിനിമകളിലൂടെ നടിയായി തീർന്ന സ്ത്രീയാണ്. സെറ്റിൽ നിന്ന് വേഷം അഴിച്ചു വെച്ചിറങ്ങിപ്പോകുന്ന ലാഘവത്തോടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. കാലം കണക്ക് തീർക്കുകയാണ്. നാട്ടിൻപുറത്തെ നീരോലിപ്പടർപ്പെട്ട വേലിക്കപ്പുറത്ത് പെൺകുട്ടി കരഞ്ഞു നിൽക്കുന്നു. എന്നെ മറക്കുവോ? ഇല്ല, മരിക്കും വരെ. എത്തിപ്പിടിച്ച് അവളുടെ തുടുത്ത വിരലുകൾ കവർന്നു. അപ്പോഴും അവൾ പറഞ്ഞു, എനിക്കറിയാം ഈ കാണിക്കണതൊക്കെ വെറുതെയാണ്. കാലം എത്ര കഴിഞ്ഞു. കാര്യങ്ങൾ അവൾ പറഞ്ഞിടത്തെത്തിയിരിക്കുന്നു. മറന്നു സർവത്ര അവളെയും. കാലം എത്ര കഴിഞ്ഞു. കാര്യങ്ങൾ അവൾ പറഞ്ഞിടത്ത് എത്തിയിരിക്കുന്നു. മറന്നു സർവത്ര അവളെയും. ഇപ്പോൾ ആരുമില്ല സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. ചായ മേടിക്കാനും ചോറ് മേടിക്കാനുമായി ഒരു പാണ്ടിച്ചക്കൻ കൂട്ടിനുണ്ട്. കൊടുക്കുന്ന കാശിനോടുള്ള കൂറുകൊണ്ട് മാത്രം അവൻ നിൽക്കുന്നു. കയ്യിൽ കാശ് തീരുമ്പോൾ അവനും ഇട്ടേച്ചു പോകും. അതിനു മുൻപ് എല്ലാം തീരണം. ഇപ്പോൾ മനസ്സ് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ. ഗ്ലാസ്സിലെ വെള്ളം എത്തിച്ചെടുത്തു. ഒപ്പം ഗുളികയും കുടിച്ചിറക്കി. തുലാമാസത്തിലെ മേഘമിഴികളിൽ നിന്നും ഒരു തുടം കണ്ണീർ ഒലിച്ചിറങ്ങി.